നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ഡിസംബർ 28. ഈ ദിവസത്തിന് വലിയ ഒരു സവിശേഷതയുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ദ ഗ്രീൻ ഓൾ പാർട്ടി എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 140ാം സ്ഥാപക ദിനമാണ് ഇന്ന്. 1885 ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു എ.ഒ. ഹ്യൂം, ദാദാഭായ് നവറോജി, ഡിൻഷൌ ഏദുൽജി ബച്ച എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. എന്തായാലും ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനും അല്ലെങ്കിൽ രാജ്യത്തിന്റെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള കുതിപ്പിനുമൊക്കെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപക ദിനം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നും ഇന്നലെ കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. ഏകദേശം 19 മണിക്കൂറോളം ഇതിനോടകം തന്നെ സുഹാനെ കാണാതായിട്ട് കഴിഞ്ഞു. എന്തായാലും കുടുംബവും നാടുമെല്ലാം സുഹാന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സുഹാനെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന CPM എന്ന പാർട്ടി, സംസ്ഥാന ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. എന്തായാലും ഇന്ന് മുതൽ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാന തലത്തിൽ ഇല്ല എന്ന് നേരത്തെ തന്നെ പല നേതാക്കളും പറയുന്നുണ്ട്. പക്ഷേ ഇത് പ്രാദേശികമായി തിരിച്ചടിച്ചു എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നത്. എന്തായാലും അതിൻ്റെ തുടർ ചർച്ചകൾ ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് തന്നെ കുറേ കാലമായി. എപ്പോഴാണ് ഇതിന് അവസാനമാവുക, സമാധാനത്തിലേക്ക് എത്തുക എന്ന ആകാംക്ഷയിലാണ്, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. എന്തായാലും ഈ യുദ്ധത്തിന് അവസാനമാകുമോ എന്നറിയാൻ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയും ഇന്ന് നടക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പാലക്കാട് ചിറ്റൂരിൽ നിന്നും 6 വയസ്സുകാരൻ സുഹാനെ കാണാതായിട്ട് 19 മണിക്കൂർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതം. സഹോദരനുമായി സുഹാൻ വഴക്കിട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ. സുഹാനെ കാണാതായത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മുതൽ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കവർച്ചയും സംഘടനാ വീഴ്ചകളും തദ്ദേശ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. തിരുത്തൽ നടപടികളിലേക്ക് ഉടൻ കടക്കും. സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ട് ഇന്നത്തെ സംസ്ഥാന സമിതിയും LDF യോഗവും ചർച്ച ചെയ്യും. കേന്ദ്ര നയങ്ങൾക്കെതിരെ രാഷ്ട്രീയ പ്രചരണത്തിനും നീക്കം. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്ന പ്രതീക്ഷയിൽ ലോകം. വീണ്ടും ഡൊണാൾഡ് ട്രംപ് വ്ളോഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതി ഫ്ലോറിഡ ചർച്ചയിൽ പ്രധാന അജണ്ട. കീവിൽ ആക്രമണം തുടർന്ന് റഷ്യ. പുടിന് യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല എന്ന് സെലൻസ്കി. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടലില്ല. കുട്ടനാട്ടിൽ നെൽകർഷകരോടുള്ള ചൂഷണം തുടർന്ന് മില്ലുടമകൾ. മില്ലുകാരുടേത് ഈർപ്പത്തിന്റെയും പതിരിന്റെയും പേരിൽ അനാവശ്യ കിഴിവിന് കർഷകരെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രമെന്ന് പരാതി. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ബാക്കി മത്സരങ്ങൾ വിജയിച്ച് മുഖം രക്ഷിക്കാൻ ശ്രീലങ്ക. വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. സുഹാനെ കാണാതായിട്ട് 19 മണിക്കൂറാണ് പിന്നിട്ടത്. ഇന്നലെ രാത്രി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ഇതിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തുകയാണ്. വീടിന് സമീപത്തെ 300 മീറ്റർ പരിധിയിൽ വരുന്ന കുളത്തിലും കിണറുകളിലും ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിയിരുന്നു. കുഞ്ഞിനെ കാണാതായ വിവരം അറിഞ്ഞ് അച്ഛൻ അനസ് വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിലുള്ള വഴക്ക് ഉണ്ടാകാറുണ്ട്. എന്തായാലും അത്തരത്തിലൊരു പിണക്കം മാത്രമായിരുന്നു അത് എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെയാണ് തെരച്ചിൽ നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് ഒരാൾ കുട്ടിയെ കണ്ടിരുന്നതായും പറയുന്നു. സമീപത്തെ 2 വീടുകളല്ലാതെ സുഹാന് മറ്റു വീടുകൾ പരിചയമില്ല.
സംഭവ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത് സുഹാന്റെ സഹോദരനും മുത്തശ്ശിയും അമ്മയുടെ സഹോദരിയും മക്കളുമാണ്. സുഹാന് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞു. പ്രധാനപ്പെട്ട പ്രസിഡന്റും അല്ലെങ്കിൽ അധ്യക്ഷന്മാരുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ഈ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് CPM. ഇന്നു മുതൽ പാർട്ടി സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. സംഘടനാ തലത്തിലുണ്ടായ പോരായ്മകൾ പരിഹരിക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് CPMന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുക, ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായതായാണ് ഇപ്പോൾ എന്തായാലും CPM വിലയിരുത്തുന്നത്. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടതാണ്, അതായത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരവും ഒന്നും ഈ കാര്യമായിട്ടില്ല എന്നുള്ളത്. പക്ഷേ പ്രാദേശിക തലത്തിൽ അത് ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിലേക്ക് അവർ എത്തുകയാണ്. തുടർ നീക്കങ്ങളും തുടർ നടപടികളും എന്തൊക്കെയായിരിക്കും? ലിജി, ഗുഡ് മോർണിംഗ്. ഇത് പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പരാജയമുണ്ടായതിനു ശേഷം ആദ്യമായാണ് ഇവർ വിശദമായ ഒരു പഠനത്തിന് മുതിരുന്നത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിയത്. ആ ചർച്ചയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഘടനാ തലത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കണമെന്നും അതിനൊരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അടക്കം ഉണ്ടാകണമെന്ന കാര്യവും അവർ ഉയർത്തിക്കാട്ടുകയും അതുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുക എന്നത് തന്നെയാണ്. അത് സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനങ്ങൾ ഇനി സംസ്ഥാന സമിതിയിലും അതുപോലെ തന്നെ LDFലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ആക്ഷൻ പ്ലാൻ അടക്കം അവിടെ ചർച്ച ചെയ്തതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇതിലെ പ്രധാന കാര്യം എന്നതാണ്. അത് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പ്രാദേശിക തലത്തിൽ മാത്രമാണ്. അത് നിലവിൽ നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് അത് പ്രതിഫലിച്ചത്. അതുകൊണ്ട് അത് പ്രാദേശിക തലത്തിൽ മാത്രമാണ് എന്ന ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി പോകുന്നു എന്നതാണ്. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിൽ അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇല്ല എന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും പ്രാദേശിക തലത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി. ആ ഭരണവിരുദ്ധ വികാരത്തെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തൽ കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയായി വന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ശബരിമല വിവാദവും അവർ പ്രധാന ചർച്ചാ വിഷയമായി എടുത്തു എന്നത് തന്നെയാണ്. ആ പാർട്ടി നേതാക്കൾക്കെതിരെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ നിലവിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പ്രതിപക്ഷമടക്കം അല്ലെങ്കിൽ മറ്റ് കക്ഷികളടക്കം അത് ആയുധമാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളും ആക്ഷൻ പ്ലാനുകളും അടക്കം ഇന്നത്തെ സംസ്ഥാന സമിതിയിലും ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്ത് വിശദമാക്കി തന്നെ LDF അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരുന്നുണ്ട്. ആ LDF യോഗത്തിലും ഇക്കാര്യങ്ങൾ വിശദമാക്കി കൂടുതൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തി കാര്യമായി തന്നെ മുന്നോട്ട് പോകാനാണ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങളൊക്കെയും പരിഹരിക്കാനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതിയിലും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF യോഗത്തിലും ചർച്ച ചെയ്ത് വിശദമായ തീരുമാനത്തിലേക്ക് എത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. ശരി, എന്തായാലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഭരണമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. സ്വാഭാവികമായും അതിൽ നിന്നും ഒരു തിരുത്തൽ അവർ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക സ്വാഭാവികം മാത്രമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കുക എന്നതാണ് CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് രജിത്ത് നൽകിയത്. മറ്റ് വാർത്തയെ നോക്കാം. ശബരിമല വിഷയവും വെള്ളാപ്പള്ളിയും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തിരുത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശബരിമല വിഷയം വിശ്വാസികളെ സ്വാധീനിച്ചുമെന്നും തിരുത്താൻ തയ്യാറാകണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മുസ്ലിം സമുദായം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും വലിയ രീതിയിൽ അകന്നുപോയി. സാമുദായിക നേതാക്കന്മാരുടെ പ്രസ്താവനകളുടെ ഭാരം LDFന്റെ ചുമലിൽ വന്നു ചേർന്നുവെന്നും വെള്ളാപ്പള്ളി നടേശനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ബിനോയ് വിശ്വം പറഞ്ഞു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങളെ ചൊല്ലി പാർട്ടിയിലും മുന്നണിയിലും വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ശബരിമല വിഷയവും ന്യൂനപക്ഷ സമീപനവും തിരിച്ചടിയായി എന്ന CPM-ന്റെ ജില്ലാ ഘടകങ്ങളിൽ വിലയിരുത്തലുണ്ടായെങ്കിലും പക്ഷേ നേതൃത്വം ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ശബരിമല തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന വോട്ട് നിലയുടെ കണക്കുകൾ ചൂണ്ടിയാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. എന്നാൽ അത് തിരുത്തുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കണക്കുകൾ കൊണ്ട് മാത്രം എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കണക്കിനപ്പുറത്തേക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. ശബരിമലയിലെ വിഷയങ്ങൾ വിശ്വാസികളെ എങ്ങനെ ബാധിച്ചു, സ്വാധീനിച്ചു, ആ ജനങ്ങൾ ഞങ്ങളെ എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി കണ്ടു, അത് ചോദിക്കണം, അവഗണിക്കാൻ പാടില്ല. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് ചെയ്യണം. അതാണ് CPI കാഴ്ചപ്പാട്. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്നും അത് ജനവിധിയെ സ്വാധീനിച്ചില്ല എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെയാണ് പരസ്യമായി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ എക്കാലവും കൂടെയുണ്ടായിരുന്ന മുസ്ലിം സമുദായം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുമുന്നണിയിൽ നിന്ന് അകന്നുവെന്നും സാമുദായിക നേതാക്കന്മാരുടെ പ്രസ്താവനകളുടെ ഭാരം LDF ചുമക്കേണ്ടി വന്നുവെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. വളരെ ഉത്തരവാദിത്വപൂർവ്വം സംസാരിക്കേണ്ട ചില മതസംഘടനകളുടെ നേതാക്കന്മാർ അവർ ചിലപ്പോൾ പാലിക്കേണ്ട ചുമതലാബോധം, ഉത്തരവാദിത്വ ബോധം കാണിക്കാൻ മടിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം കെടുതികൾ LDF ചുമക്കേണ്ടതല്ല. LDF ഉത്തരവാദിത്വം ഇല്ലാതിട്ട് വന്നു. പക്ഷെ പല കാരണം കൊണ്ടും അതിൻ്റെ എല്ലാം ഒരു ഭാരം ചുമക്കേണ്ട ഭാരം LDF-ൻ്റെ ചുമലിൽ വന്ന് വീണു. അതേപ്പറ്റി ഞങ്ങൾ പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുകയാണ്. 29, 30 തീയതികളിൽ CPI-യുടെ നേതൃയോഗവും ചേരും. പാർട്ടി യോഗങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് നിലപാട് വ്യക്തമാക്കി CPI സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് കണക്കുകളിൽ വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് നേരിട്ടുള്ള മറുപടി തന്നെയാണ് ബിനോയ് വിശ്വം നൽകിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി കാസർഗോഡിലേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ കോയാമ്പുറത്ത് 100 കണക്കിന് കുടുംബങ്ങൾ ഉപ്പുവെള്ളം കാരണം ദുരിതത്തിലാണ്. പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം തടയാൻ നടപടികൾ ഇല്ലാത്തതിൽ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ്. നീലേശ്വരം പുഴയിൽ നിന്നും കൊയാമ്പറം കീരിത്തോട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകി വരാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ഇതോടെ നഗരസഭയിലെ കൊയാമ്പറം, കരുവാച്ചേരി, ഉച്ചൂളിക്കുതിരി പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ്. കിണറുകളിലടക്കം ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. വേലിയേറ്റ സമയത്ത് തോട്ടിലേക്ക് വലിയ രീതിയിൽ ഉപ്പുവെള്ളം ഒഴുകി വരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കീരിത്തോട് പണ്ടേ ഉപ്പുവെള്ളം അതിൻ്റെ സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കടുപ്പത്തിലാണുള്ളത്. സാധാരണ നോർമൽ ഉപ്പുവെള്ളമല്ല, അത് വളരെ കടുപ്പമുണ്ട്. അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു തട കെട്ടിയിട്ട് ഒരു നല്ല വെള്ളം കിട്ടിയാൽ ഇവിടുത്തെ കൃഷിക്ക് അത് വളരെയധികം പ്രയോജനമായി. ഇപ്പോൾ ഉപ്പുവെള്ളം കിട്ടി തുടങ്ങിയോ? ഇപ്പോൾ ഉപ്പുവെള്ളം വന്നിട്ടുണ്ട്. വെയിൽ എപ്പോൾ വർദ്ധിക്കുന്നു, കാട്ടി വെട്ടിയിട്ട് മഴ കുറഞ്ഞിട്ട് വെയിൽ ശക്തി കൂടുമ്പോൾ ഉപ്പുവെള്ളമായിട്ട് അത് മാറുന്നത്. അത് വളരെ കട്ടിയുള്ള ഉപ്പാണ്. അത് വേനലാരംഭത്തിന് മുൻപ് തുടങ്ങുന്ന ഉപ്പുവെള്ള പ്രശ്നം മഴ ശക്തമാകുന്നത് വരെ സഹിക്കേണ്ട ഗതികേടിലാണ് 2 വാർഡുകളിലായുള്ള നിരവധി കുടുംബങ്ങൾ. ഉപ്പുവെള്ളം പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് തെങ്ങ് കൃഷിക്കും പച്ചക്കറി വിളകൾക്കും നാശം വിതക്കുകയാണ്. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാന് നിവേദനം നൽകിയതായി വാർഡ് കൗൺസിലർ പ്രദീപൻ പറഞ്ഞു. പൊതുവെ കുടിവെള്ളത്തിന് ക്ഷാമമായ കൊയാമ്പറം പ്രദേശത്ത് വെള്ളത്തിൽ തന്നെ കിണർ വെള്ളത്തിൽ ഉപ്പുവെള്ളം കയറി അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിന് നിലവിലില്ല സിസ്റ്റത്തിന് പലക വെച്ച് അത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാന് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ വിശ്വാസം. കഴിഞ്ഞ 5 വർഷത്തിലധികമായി തുടരുന്ന ഉപ്പുവെള്ള പ്രശ്നം നഗരസഭാ തിരഞ്ഞെടുപ്പിലടക്കം ചർച്ചാ വിഷയമായിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇനി ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുമ്പോൾ ഈ പോലീസ് സംശയിക്കുന്ന ദിണ്ടുകൽ സ്വദേശി മണി SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അഭിഭാഷകൻ SITയെ അറിയിച്ചിട്ടുണ്ട്. മണിക്ക് കേരളത്തിൽ ഏറെ ബന്ധങ്ങളുണ്ട് എന്ന് SIT കണ്ടെത്തിയിട്ടുമുണ്ട്. രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഈ നേരത്തെ മണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോൾ മണി തന്നെ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണിയല്ല ഞാൻ,
എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വ്യവസായി, വിദേശ വ്യവസായിക്ക് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് താൻ പറഞ്ഞ മണി ഇതുതന്നെയാണ് എന്നുള്ളത്. എന്തായാലും SIT സംഘം കൂടുതൽ ചോദ്യം ചെയ്യലേക്ക് കടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിദേശ വ്യവസായി നൽകിയിട്ടുള്ള ചോദ്യപ്രകാരം അല്ലെങ്കിൽ അയാൾ നൽകിയിട്ടുള്ള മൊഴി പ്രകാരമുള്ള D മണി തന്നെയാണ് ഈ MS മണി എന്ന് അയാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇയാൾക്ക് നോട്ടീസ് നൽകിയതിന് ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞത്. 30-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം ഡിണ്ടിഗലിലെത്തി നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരം ഇയാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാണ് അയാളുടെ അഭിഭാഷകൻ ഇപ്പോൾ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. 30-ാം തീയതി തന്നെ ചോദ്യം ചെയ്യലിനായി MS മണി എന്ന അല്ലെങ്കിൽ D മണിയായി സംശയിക്കുന്ന MS മണി ചോദ്യം ചെയ്യലിനായി എത്തും. നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയത്തിലുള്ള ആളാണ് ഇപ്പോഴുള്ള MS മണി തന്നെ. കാരണം അന്വേഷണ സംഘം വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ മനുഷ്യക്കടത്തടക്കം ഒപ്പം തന്നെ അല്ലാതെ വിവിധ തലത്തിൽ ഇയാൾക്ക് തമിഴ്നാട്ടിലടക്കം കേസുകളുണ്ട്. കേരളത്തിലേക്ക് ഇയാൾ പലപ്പോഴായി എത്തിയിട്ടുണ്ടോ എന്ന പരിശോധന അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇക്കാര്യത്തിലൊക്കെ വിശദമായ ഒരു അന്വേഷണം നടത്തി അന്വേഷണ സംഘം ഒരു കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംബന്ധിച്ച് ഇനി ഒരു പക്ഷേ ഇയാളെ ഇവിടെ എത്തിച്ച് നടത്തുന്ന ചോദ്യം ചെയ്യലിലായിരിക്കും വ്യക്തതകൾ വരുത്തുക. അതോടുകൂടി ഇയാളുടെ പങ്ക് സംബന്ധിച്ചും വ്യക്തത ഉണ്ടാകും എന്നാണ് അന്വേഷണ സംഘം നേരത്തെ മുതൽ തന്നെ കരുതുന്നത്. കാരണം പല പേരുകളിലാണ് ഇയാൾ തമിഴ്നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത്. ഇയാൾ നേരത്തെ ഓട്ടോ ഓടിച്ചിരുന്ന ആളാണ്, ഓട്ടോ മണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒപ്പം തന്നെ ഡയമണ്ട് മണി എന്നാണ് നേരത്തെ ഈ D മണി ഡയമണ്ട് മണിയാണ് എന്നൊരു പേരുകളുണ്ടായിരുന്നു. ഒപ്പം ഇയാൾക്ക് മറ്റ് പോപ്കോൺ മണി എന്നൊരു പേരുണ്ട്. അത്തരത്തിൽ പോപ്കോണിൻ്റെ ബിസിനസ് തിയേറ്ററുകളിൽ നടത്തിയിരുന്ന സമയത്ത് പോപ്കോൺ മണി എന്ന പേരിൽ ഇയാൾ അറിയപ്പെടുന്ന പല പേരുകളിൽ ഇയാൾ അറിയപ്പെടുന്നുണ്ട് എന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുണ്ട്. ഒപ്പം തന്നെ ഇയാൾക്കെതിരെ വിവിധ കേസുകളുണ്ട് എന്നും അന്വേഷണ സംഘം വളരെ വേഗത്തിലുള്ള ഇയാളുടെ ഒരു സാമ്പത്തിക വളർച്ച പോലും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 6 വർഷം കൊണ്ടാണ് ഇയാൾക്ക് ഇത്തരത്തിൽ കൂടുതൽ തുക അല്ലെങ്കിൽ കൂടുതൽ ഒരു സാമ്പത്തികമായ ഒരു വളർച്ചയുണ്ടായത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇവയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അന്വേഷണ സംഘത്തോട് ഇയാളുടെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും മണിക്ക് പേരുകൾ നിരവധിയാണ്. ഓട്ടോ മണി, പോപ്കോൺ മണി, ഡയമണ്ട് മണി, അങ്ങനെ നിരവധി പേരുകളുണ്ട്. പക്ഷേ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിശ്ചയമായും നിയമത്തിന് മുൻപിൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും SIT സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മണിക്ക് ഈ കേരളത്തിൽ തന്നെ നിറയെ ബന്ധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് പ്രമുഖരിലേക്ക്, അതായത് ആരൊക്കെയാണ് ഇതിൻ്റെ ഈ ബന്ധങ്ങളിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവിൻ്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. മുനീറ മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. ഭർത്താവ് ജബ്ബാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഇത് എന്തായിരുന്നു സംഭവം? ഈ ആക്രമിക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്നായിരുന്നു ഈ സംഭവം നടന്നത്? ഡിസംബർ 24-നാണ് ഈ വിഷയം നടക്കുന്നത്. ഫറൂഖിൽ കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഡിസംബർ 24 രാവിലെയോടെയാണ് ഇദ്ദേഹം ലഹരിയിലായിരുന്നു ഭാര്യയെ മർദ്ദിച്ചത് എന്നുള്ളതായിരുന്നു പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു മുനീറ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത്. ഭർത്താവിനെ ആ സമയത്ത് തന്നെ, സംഭവം ഉണ്ടായ സമയത്ത് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതിയായ ജബ്ബാർ ലഹരിക്ക് അടിമയാണെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ പരാതി നൽകിയ സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ മുനീറയുടെ മരണം സംഭവിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായതും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഏതായാലും മുനീറയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും മറ്റും കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും കോഴിക്കോട് ഫറൂഖിലാണ് ഭർത്താവിൻ്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 36 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പ ദർശനം നടത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലത്തേതിൽ നിന്നും 4 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ എത്തിയത്. 36,61,258 പേർ കഴിഞ്ഞ 41 ദിവസങ്ങളിലായി സന്നിധാനത്ത് എത്തി. 1,18,866 പേർ എത്തിയ നവംബർ 24-നായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. പുല്ലുമേട് വഴി അയ്യപ്പ ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ടായി. 1,30,955 പേർ
പുല്ലുമേട് വഴി ശബരീശ സന്നിധിയിലെത്തി. കഴിഞ്ഞ മണ്ഡലകാല സീസണിനെ അപേക്ഷിച്ച് ഇത്തവണ ശബരിമലയിലെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 35 കോടി രൂപയുടെ അധിക വരുമാനം ഇത്തവണയുണ്ടായി. 337,70,5,132 രൂപയാണ് ഇതുവരെയുള്ള വരുമാനം. മണ്ഡല തീർത്ഥാടനം പൂർത്തിയായതോടെ കഴിഞ്ഞ ദിവസം നടയടച്ചു. ഇനി മകരവിളക്ക് ഉത്സവത്തിനായി 30-ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ആദ്യത്തെ ആശയക്കുഴപ്പം ഒഴിച്ചാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം ഭംഗിയായി നടന്നു. പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ 40 ദിവസവും സുഗമ ദർശനം ഉറപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് 30-32 ലക്ഷം ഭക്തന്മാരിവിടെ വന്നുപോയി ഈ 40 ദിവസം കൊണ്ട്. ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. പോലീസും ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 40 ദിവസവും വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഗമ ദർശനം നടത്താൻ അയ്യപ്പന്മാർക്ക് സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഈ വർഷത്തെ വരുമാനം. പരാതികളൊക്കെ അപ്പോൾ പരിഹരിച്ചു പോകാൻ പറ്റി. പരാതികൾ വന്നുകൊണ്ടിരിക്കും, ഇത്രയും പേര് വരുന്ന സ്ഥലമാണ്. പക്ഷെ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. കോടതിയുടെ സമയോചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പാലിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിമർശനമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. കാരണം കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ചു പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനം ഇന്ന്. രാവിലെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ പ്രധാന നേതാക്കൾ പങ്കെടുക്കും. 1885 ഡിസംബർ 28-നാണ് കോൺഗ്രസ് സ്ഥാപിതമായത്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനങ്ങളിലും പതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് AK ആന്റണിയാണ് പതാക ഉയർത്തുക. മന്ത്രിയുടെ ഇടപെടലും വെറുതെയായി. കുട്ടനാട്ടിൽ കർഷകരോടുള്ള ചൂഷണം തുടർന്ന് മില്ലുടമകൾ. രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണം തുടരുന്ന കുട്ടനാട്ടിൽ ഗുണനിലവാര പരിശോധനയുടെ പേരിലാണ് മില്ലുകാർ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. ഈർപ്പത്തിന്റെയും പതിരിന്റെയും പേരിൽ അനാവശ്യമായി കിഴിവ് ആവശ്യപ്പെടുകയും നൽകാൻ തയ്യാറാകാത്ത കർഷകരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് മില്ലുകാർ പയറ്റുന്നത്. വിഷയം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പാഡി പേയ്മെന്റ് ഉദ്യോഗസ്ഥരോ കൃഷിവകുപ്പോ പ്രശ്നത്തിൽ ഇടപെടാത്തത് കർഷകരുടെ പ്രതിഷേധത്തിനിടയാക്കുന്നു. അമ്പലപ്പുഴ തെക്ക്, നടുക്കെ, മേലത്തിങ്കരി, കാവിപ്പാടം തുടങ്ങിയ പാടങ്ങളിലാണ് ഏറ്റവും ഒടുവിൽ നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ ശീതസമരത്തിന് കർഷകർ ഇരയായത്. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ കർഷക ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ്. ഇത്തവണ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള നെല്ലിന് പോലും ഏറ്റവും കുറഞ്ഞത് 3 കിലോ കിഴിവ് എടുത്തെങ്കിൽ മാത്രമേ നെല്ല് സംഭരിക്കാനൊക്കൂ എന്ന് മില്ലുകാർ പറഞ്ഞ് പല മില്ലുകാരും സംഘടിതമായിട്ട് മാറി നിന്നു. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതിൽ പൂർണ്ണ പരാജയമാണെന്നൊരു കർഷകരെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. നടുക്കെ മേലത്തിങ്കരി പാടത്ത് 2 ആഴ്ച മുമ്പാണ് കൊയ്ത്ത് നടന്നത്. കൊയ്തെടുത്ത നെല്ലിൽ ഈർപ്പത്തിന്റെയും പതിരിന്റെയും തോത് കൂടുതലാണ് എന്ന പേരിൽ മില്ലുകാർ 15 കിലോഗ്രാം വരെ കിഴിവ് ആവശ്യപ്പെട്ടു. എന്നാൽ 4.5 കിലോയിൽ കൂടുതൽ കിഴിവ് നൽകാൻ കർഷകർ തയ്യാറായില്ല. കർഷകർ വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഗുണനിലവാര പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരിക്കാമെന്ന് മില്ലുകാർ സമ്മതിച്ചുവെങ്കിലും 5.5 കിലോ കിഴിവ് ഈടാക്കിയാണ് നെല്ല് സംഭരിച്ചത്. മഴയെ ഭയന്നാണ് 1 കിലോ നെല്ല് അധികമായി നൽകി സംഭരണത്തിന് കർഷകർ തയ്യാറായത്. കൃഷിവകുപ്പിന് കീഴിൽ ശാസ്ത്രീയമായ ഗുണനിലവാര പരിശോധനാ സംവിധാനം ഇല്ലാത്തതാണ് ചൂഷണത്തിന് ഇടയാക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സെൻകാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തം. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിലും സാമൂഹ്യ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സെൻകാറിന് ജാമ്യം നൽകിയതും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തത് നിയമവിരുദ്ധമെന്ന് CBI പറയുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ചാണ് ഹർജി നാളെ അടിയന്തരമായി പരിഗണിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമോ എന്നറിയാൻ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയെന്ന് US ഫ്ലോറിഡയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും.
യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 20-ദിന സമാധാന പദ്ധതിയാകും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന അജണ്ട. സുരക്ഷാ ഉറപ്പുകൾ, വെടിനിർത്തൽ, പുനർനിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. കാര്യങ്ങൾ എത്രയും വേഗം മെച്ചപ്പെടുത്തുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ഉദ്ദേശമെന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20-ദിന സമാധാന പദ്ധതി നടപ്പിലാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. എന്നാൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, സുരക്ഷാ ഗ്യാരണ്ടികളുടെ സ്വഭാവം, വെടിനിർത്തലിന്റെ സമയക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് സൂചന. അതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്നലെ പുലർച്ചെ റഷ്യയുടെ വൻ സൈനിക ആക്രമണമുണ്ടായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ചർച്ചയ്ക്കായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി US-ലേക്ക് തിരിക്കാനിരിക്കവെയാണ് ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. 4 വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ കീവിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് റഷ്യയുടെ ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. കോതമംഗലത്തിന് സമീപം വാടാട്ടുപാറ എന്ന കൊച്ചു ഗ്രാമത്തിൽ ചെന്നാൽ പ്രകൃതി ഒരുക്കിയ ഒരു കുസൃതി കാണാം. ആൽമരത്തിൽ ചക്ക കാഴ്ച കിടക്കുന്ന കൗതുകം. കോതമംഗലത്ത് നിന്ന് ഭൂതത്താങ്കെട്ട് വഴി 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മീരാൻ സിറ്റി എന്ന പ്രദേശത്തെത്തും. ഇവിടെയാണ് ഒരു ആൽമരത്തിൽ നിറയെ ചക്കകൾ കായ്ച്ചു കിടക്കുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആലും മാവും പ്ലാവും നട്ടിരുന്നു. വളർച്ചാഘട്ടത്തിൽ പ്ലാവ് ആൽമരത്തിനുള്ളിലായെങ്കിലും നശിക്കാതെ വളർന്നു. ഇടയ്ക്ക് വെച്ച് മാവ് ഉണങ്ങിപ്പോയെങ്കിലും പ്രായമെത്തിയതോടെ പ്ലാവ് ഫലം നൽകി തുടങ്ങി. ആല് വളർന്നു പന്തരിച്ച് പ്ലാവിനെ പൂർണ്ണമായും വിഴുങ്ങിയെങ്കിലും പ്ലാവ് വിട്ടുകൊടുക്കാതെ ചക്ക വഴി സാന്നിധ്യം അറിയിക്കുന്നു. അതിൽ മാവുണ്ടായിരുന്നു, പ്ലാവുണ്ടായിരുന്നു, ആലുണ്ടായിരുന്നു. മാവ് ഉണങ്ങിപ്പോയി, അതിൽ നിന്നാണ് ഈ ചക്ക ഉണ്ടായേക്കുന്നത്. പക്ഷേ ഈ പ്ലാവിനെ കാണാൻ കഴിയുന്നില്ല, ചക്ക മാത്രമേ കാണുന്നുള്ളൂ. ആലയിലാണിത് കാഴ്ച കിടക്കുന്നത്. അത് ഈ നാടിൻ്റെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് കാണുന്നത്. വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. അത് അനേകർ വന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാണ്, വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. അനേകർ വരുന്നവരത് കാണുന്നുണ്ട്, വളരെ സന്തോഷമായി കണ്ടു പോകുന്നുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും കൂറ്റൻ ആൽമരത്തിൽ നിറയെ ചക്ക കായ്ച്ചു കിടക്കുന്നതാണ് കാണാൻ കഴിയുക. തറകെട്ടി ഇവിടെ ആൽമരത്തിന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വടാട്ടുപാറ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ ഈ കൗതുക കാഴ്ച കാണാനാണ് മടങ്ങുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. തണുപ്പുകാലം ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഏറെ സമയം വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന സ്ഥിതിയുമുണ്ട്. ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ്. മൂന്നാറിലെ അതിശൈത്യവും തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതക്കുരുക്കും രൂക്ഷമായി. ഏറെ സമയം സഞ്ചാരികളുടെ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഈ കാരണം കൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നു. സഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരും പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിനോദസഞ്ചാരികൾ ശുചിമുറികളിൽ പോകാനാവാതെയും ഭക്ഷണവും വെള്ളവുമില്ലാതെയും ഏറെ സമയം വാഹനങ്ങളിൽ ഇരിക്കേണ്ട സാഹചര്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതേസമയം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. റോഡ് അപ്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ മറ്റേ റോഡൊന്ന് ക്ലോസ് ചെയ്ത് ഇത് കൂടുതൽ നടത്തിവിടാനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും വയർലെസ് സെറ്റ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, ഞാനും കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൂടെ ട്രാഫിക്കിനെ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് കൂട്ടിയിട്ടുണ്ട്. തിരക്കേറുമ്പോഴെല്ലാം മൂന്നാറിൽ സമാന സ്ഥിതി ആവർത്തിക്കപ്പെടുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. മൂന്നാർ ടൗൺ, ആനച്ചാൽ, മൂന്നാർ മാട്ടുപ്പെട്ടി റോഡ്, മൂന്നാർ മറയൂർ റോഡ് എന്നിവിടങ്ങളിലെല്ലാം സ്ഥിതി രൂക്ഷമാണ്. റോഡുകളുടെ വീതിക്കുറവാണ് ഗതാഗതക്കുരുക്കിനുള്ള പ്രധാന കാരണം. ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നുംപടിയുള്ള പാർക്കിങ്ങും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റോഡ് വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ മൂന്നാറിന്റെ ടൂറിസം താളം തെറ്റും. അമൃത ന്യൂസ്, ഇടുക്കി. പുതുവത്സരത്തെ വരവേൽക്കാൻ വമ്പൻ ഒരുക്കങ്ങളുമായി ദുബായ്. പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായും ഗതാഗത തിരക്കിൽപ്പെടാതെയും ആഘോഷങ്ങളിൽ പങ്കുചേരാനുള്ള സൗകര്യമാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലോകമെങ്ങു നിന്നും പുതുവത്സരം ആഘോഷിക്കാനായി ദുബായിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന വിവിധ സ്ഥലങ്ങളിലെ ട്രാഫിക് നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകൾ പൂർത്തിയാക്കി. ദുബായ് പോലീസ്, ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബായ് ആംബുലൻസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. 9884 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിക്കുന്നത്. പോലീസിന്റെ 1625 വാഹനങ്ങളും 36 ഇരുചക്ര വാഹനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാകും. 165 അഗ്നിശമന വാഹനങ്ങൾ
സംവിധാനങ്ങളും 1754 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും 236 ആംബുലൻസുകളും വിവിധയിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി സജ്ജമാക്കും. 1900 ആരോഗ്യ പ്രവർത്തകരും സുരക്ഷാ ക്രമീകരണങ്ങളിൽ സഹകരിക്കും. ദുബായ് മെട്രോ ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തിക്കും. ബുർജ് ഖലീഫ, ഡൗൺ ടൗൺ ദുബായ്, പാം ജുമൈറ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, ദുബായ് ക്രീക്ക് ഹാർബർ, ബ്ലൂ വാട്ടേഴ്സ്, ബുർജ് അൽ അറബ്, എക്സ്പോ സിറ്റി ദുബായ്, ഗ്ലോബൽ വില്ലേജ്, അറ്റ്ലാന്റിസ് ദി പാം ജബലലി എന്നിങ്ങനെ 40 ഇടങ്ങളിലായി 48 വെടിക്കെട്ട് പ്രകടനങ്ങളാണ് പുതുവത്സര രാത്രിയിൽ ദുബായിൽ നടക്കുക. പ്രധാന ആഘോഷം നടക്കുന്ന ദുബായ് ഡൗൺ ടൗൺ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. അമൃത ന്യൂസ്, ദുബായ്. തൊഴിലാളി താമസ ഇടങ്ങളുടെ നിർമ്മാണം, സുരക്ഷ, ശുചിത്വം എന്നീ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കി ദുബായ് മുനിസിപ്പാലിറ്റി. തൊഴിലാളികളുടെ മാനസിക, ശാരീരിക ആരോഗ്യം, സുരക്ഷിതമായ താമസ സൗകര്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. തൊഴിലാളി താമസയിടങ്ങളിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനായി 8 പുതുക്കിയ മാനദണ്ഡങ്ങൾ അടങ്ങിയ മാനുവലാണ് ദുബായ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയത്. തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്ക് ആരോഗ്യ, സുരക്ഷ, അപകട സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അപകടങ്ങളെ പ്രതിരോധിക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുമുള്ള നടപടികൾ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലാളികൾക്ക് അവരുടെ താമസയിടങ്ങളിൽ സുരക്ഷിതവും ആരോഗ്യകരവുമായ ജീവിത അന്തരീക്ഷം ഉറപ്പാക്കുക എന്നിവയാണ് മാനുവൽ വിശദീകരിക്കുന്നത്. ആസ്ബസ്റ്റോസ് പോലുള്ള വസ്തുക്കൾ കൊണ്ടുള്ള മേൽക്കൂരകൾ തൊഴിലാളി താമസ കെട്ടിടങ്ങളിൽ അനുവദിക്കില്ല. വൃത്തിയാക്കാൻ എളുപ്പമുള്ളതും വഴുക്കൽ ഉണ്ടാവാത്തതുമായ ഫ്ലോർ വിടവുകളോ പൊട്ടലുകളോ ഇല്ലാത്തതായിരിക്കണം. റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് ബാധകമായ സാങ്കേതിക നിർമ്മാണ രീതികൾ ലേബർ അക്കോമഡേഷൻ റൂമുകൾക്കും ബാധകമാണെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. നിശ്ചിത വലിപ്പവും ആവശ്യത്തിന് വെളിച്ചമുള്ളതും എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളുമുള്ള താമസയിടങ്ങളായിരിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. കെട്ടിടത്തിന്റെ മുൻവശത്ത് വായിക്കാവുന്ന രീതിയിൽ താമസ സൗകര്യം നൽകിയിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും പ്രദർശിപ്പിക്കണം. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ, പൊതുവായ സേവനങ്ങൾ എന്നിവയും ഉറപ്പുവരുത്തണം. തൊഴിലാളികളുടെ താമസ കെട്ടിടങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ രൂപമാറ്റം വരുത്താൻ പാടില്ലെന്നും മാനദണ്ഡങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഗ്രീൻഫീൽഡിൽ നടന്ന 3ാം മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിനാണ് ശ്രീലങ്കയെ തകർത്തത്. ഇന്നത്തെ മത്സരത്തിലും വിജയം തുടരാനാണ് ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിന്റെ ലക്ഷ്യം. അതേസമയം പരമ്പര നഷ്ടപ്പെട്ടുവെങ്കിലും ബാക്കി മത്സരങ്ങൾ വിജയിച്ച് മുഖം രക്ഷിക്കാനാണ് ശ്രീലങ്കയുടെ ശ്രമം. 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഒതുങ്ങുമ്പോൾ കൈത്താങ്ങായി കാരുണ്യ. ഒപ്പം ഒരു 4ാം ക്ലാസ്സുകാരന്റെ സാഹിത്യ സ്വപ്നങ്ങളുമായി ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ കാണാം. നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരാണ് ബന്ധു? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കാലമാണ്. ഒരാളുടെ അടിതെറ്റുമ്പോൾ മാത്രമാണ് അതുവരെ ചുറ്റും കൂടിയിരുന്നവർ ഞൊടിയിടയിൽ അപ്രത്യക്ഷരാകുന്നതും മറ്റു ചിലർ കാരുണ്യസ്പർശമായി അടുത്തു വരുന്നത് അനുഭവപ്പെടുന്നതും. കിടപ്പ് രോഗികളും ഒറ്റപ്പെട്ടവരുമായ നിരവധി പേർ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട്. എന്താണ് അവരുടെ ജീവിതത്തിലെ ഊർജം? ചില ജീവിത സത്യങ്ങൾ പറഞ്ഞു തരികയാണ് തൃശ്ശൂരിലെ പുത്തൻപീടികയിലെ കാരുണ്യ എന്ന സംഘടന. ആ ജീവിതസത്യ കാഴ്ചകളിലേക്ക്. പേഷ്യൻ്റായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ പേഷ്യൻ്റായിട്ട് വീൽ ചെയറിലാണ് വന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇവരുടെ വളണ്ടിയറായിട്ട് 2023 ജൂൺ 15 നമ്മുടെ തൃശ്ശൂർ കപ്പൽ പള്ളിയുടെ അവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവണത്. ആംബുലൻസ് ആയിരുന്നു ഞങ്ങളുടെ ഓട്ടോയിൽ ഇടിച്ചത്. ഹസ്ബൻഡും ഉണ്ണിയും മരിച്ചു. 3 വയസ്സായിരുന്നു മോന്. ഇത് ഒരു 3 വർഷമാറായി. ബൈക്ക് അപകടമായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി. ഹെൽമെറ്റ് ലോക്ക് ചെയ്തതിനല്ലേ ഹെൽമെറ്റ് തെറിച്ചു പോയി. തലയുടെ ബാക്കിലായിരുന്നു അടി പറ്റിയത്. സർവിക്കൽ ലെവൽ ഇഞ്ചുറി. അതിന് ശേഷം ആരയ്ക്ക് താഴെ തളർന്നു. കയ്യിനും ഗ്രിപ്പ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചിപ്പിവളക്കുഴക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പവെയ്യുടെ തേരോട്ടം തേരോട്ടം തേരോട്ടം. അപകടം, രോഗങ്ങൾ, വാർദ്ധക്യം,
മനുഷ്യൻ അതുവരെ അല്ലാത്ത മറ്റൊരാളായി രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥകൾ. അന്നുവരെ ഒപ്പമുണ്ടായിരുന്ന പലരും ഒരുമിച്ച് അണഞ്ഞുപോയി ഇരുട്ടിൽപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് കാരുണ്യ പോലുള്ള സംഘടനകൾ സമൂഹത്തിന് ഊർജ്ജമാവുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതാ 2023 ജൂൺ 15 നമ്മുടെ തൃശ്ശൂർ കപ്പല് പള്ളിയുടെ അവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവണത്. ആംബുലൻസ് ആയിരുന്നു ഞങ്ങളുടെ ഓട്ടോയിൽ ഇടിച്ചത്. ഹസ്ബൻഡും ഉണ്ണിയും മരിച്ചു. 3 വയസ്സായിരുന്നു മോന്. അച്ഛനുണ്ടായിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനും ഞാനും രക്ഷപ്പെട്ടു. 3 മാസത്തോളം ഞാൻ ജൂബിലി ഹോസ്പിറ്റലിൽ കിടന്നു, ICUവിൽ കിടന്നു, വെൻറ്റിലേറ്ററിൽ കിടന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കിടപ്പ് തന്നെയായിരുന്നു. ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അശരണരും ആലംബഹീനരുമായിട്ടുള്ള ജനങ്ങൾക്ക് താങ്ങും തണലുമായി മാറുക എന്നുള്ളതാണ് കാരുണ്യയുടെ ഉദ്ദേശം. ഇപ്പം പ്രധാനമായിട്ട് ചെയ്തു വരുന്നത് പാലിയേറ്റീവ് കെയർ ആണ്. ഏകദേശം 250ഓളം വീടുകളിലെ കിടപ്പ് രോഗികൾക്ക് എല്ലാ ദിവസവും ഡോക്ടറും നഴ്സുമാരും വളണ്ടിയർമാരും പോയിട്ട് പരിചരണം നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യയുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്ക് വേണ്ട പരിചരണം നൽകുന്നുണ്ട്. അവർക്ക് മോർഫിൻ മറ്റു മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. 24 രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. അതുകൂടാതെ പാവപ്പെട്ട രോഗികൾക്ക് അരിയും ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, സഹായ ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ രോഗിയായി കിടക്കുന്ന ആളുകളെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അതെല്ലാം ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇത് ഇവരുടെ ഈ വർഷത്തെ രോഗീ ബന്ധു സംഗമമാണ്. പ്രായാധിക്യം മൂലവും വിവിധ രോഗങ്ങൾ ബാധിച്ചും അപകടത്തിൽപ്പെട്ട് മനസ്സും ശരീരവും തളർന്ന് പരസഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്തവരെ പുറം ലോകത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്ന സംഗമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നൊക്കെ ഈ പരിപാടി വന്നിട്ട് ഞാൻ കരഞ്ഞ് അത്രയും ഇതായിരുന്നു. ഞാൻ പോകുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല എല്ലാവരുടെ അവസ്ഥകൾ കാണുമ്പോൾ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഓക്കെ ആയോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് അവരെ ഫേസ് ചെയ്യാനും എല്ലാത്തിനും എനിക്കൊരുപാട് ബുദ്ധിമുട്ടായിരുന്നു. മെൻ്റലി അവരെനിക്ക് അത്രയും സപ്പോർട്ട് തന്നു. ഇന്ന് എനിക്കൊരു ജോലിക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ള ലെവൽ വരെ ആക്കിയത് ഇവരുടെ സപ്പോർട്ട് തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ഞാനൊരു രോഗിയാണെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ വീണതാണ്. എൻ്റെ ഈ കാല് തീരെ വേദനയാണ്. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തന്നെ എനിക്ക് ഇരിക്കാനും ഒന്നും പറ്റായിരുന്നില്ല. ഇവരെ ഡേ കെയറിൽ വന്ന് അവരെ പരിചരണം, സ്നേഹം അതൊക്കെ കിട്ടിയപ്പോൾ വോക്കറിൽ നടക്കും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ. അത്യാവശ്യം വല്ലപ്പോഴൊന്ന് എന്തെങ്കിലും പണിയെടുക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ പലരും ആംബുലൻസിലാണ് എത്തിയത്. കാരുണ്യയുടെ വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും ഇതിനായി ഒത്തുകൂടി. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സേവനത്തേക്കാൾ നമ്മുടെ സർവീസ് ഏറ്റവും ആവശ്യമുള്ളത് പ്രായമായവർക്കാണെന്നും അതായത് രോഗികൾക്കാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണല്ലോ എല്ലാവർക്കും. സ്വന്തം കാര്യം നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആരുമില്ല വീടുകളിൽ പ്രായമായവരെ നോക്കാനോ ഒന്നും ആർക്കും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ വളണ്ടിയർമാരാണ്. ഏകദേശം 40ഓളം ലേഡി വളണ്ടിയർമാർ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരാണ് ഇതിനെ ശരിക്കും പ്രവർത്തന സജ്ജമാക്കി നിർത്തുന്നത്. വീടുകളിൽ പോകാനും രോഗികളെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ സാധാരണ വീട്ടുകാർ പോലും അറച്ചു നിൽക്കുന്ന രീതിയിൽ ഉള്ള രോഗികളുടെ അവസ്ഥയിൽ അവരെ
കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം മാറി അവരുടെ മൂത്രത്തിലും മലത്തിലും മുങ്ങിക്കിടക്കുന്ന അവരുടെ ബെഡ് ക്ലിയർ ആക്കുകയും ചെയ്യുന്ന ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അവരുടെ ഡെഡിക്കേഷന് മുന്നിൽ നമ്മൾ ശരിക്കും സീരിയസ് നമിക്കുന്ന അവസ്ഥയാണുള്ളത്. പാട്ടും നൃത്തവും കലാപരിപാടികളുമായി വേദനകളുടെ ലോകത്ത് നിന്ന് ഒരല്പസമയത്തേക്കെങ്കിലും മാറി നിൽക്കൽ. വീടുകളിലും മക്കളൊന്നും ഇല്ല, എല്ലാവരും പുറത്താണ്. ഇപ്പോൾ പ്രായമായവരിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്നേഹസ്പർശം അവർക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ്. പിന്നെ ഡേ കെയർ ഉണ്ട്. അപ്പം ഞങ്ങൾ വളണ്ടിയേഴ്സ് എല്ലാവരും ഡേ കെയറിൽ ഇവിടെ വരും. എന്നിട്ട് പേഷ്യൻസിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ സ്ട്രോക്ക് വന്നിട്ട് വീണ് കിടക്കുന്ന പേഷ്യൻസിന് അവർ മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് എൻജോയ് ചെയ്യുമ്പോൾ അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്പീക്കിംഗ് എബിലിറ്റി കുറഞ്ഞവർ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് തീരെ സംസാരശേഷി ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് മ്യൂസിക് തെറാപ്പി, അവരെ കൊണ്ട് പാട്ട് പഠിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ അവരെ ബെറ്ററാക്കി കൊണ്ടുവന്ന് സ്പീച്ച് ബെറ്ററാവുക, നടത്തം മൂവ്മെൻറ്റ്സ് ബെറ്ററാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ബെറ്റർമെൻറ്റ് ഡേ കെയർ ഫെസിലിറ്റിയിൽ സംഭവിക്കുന്നുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിതം തീർക്കാൻ നിയോഗിക്കപ്പെട്ട പലരും ഒത്തുചേർന്നപ്പോൾ വേദനകൾ മാറ്റിവെച്ച് രോഗി ബന്ധു സംഗമവേദി ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലമൊരുക്കി. ജനങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം അവർ രോഗിയായി തീരുമ്പോഴോ അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് അനുഭവിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ആഴവും പരപ്പും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ളൊരു അവസരം പാഴാക്കരുതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനതിലേക്ക് ഇറങ്ങി വന്നത്. 10 കട്ടിലുകളും കിടക്കയും രോഗികൾക്കായി സജ്ജമാക്കിയിരുന്നു. വീൽ ചെയറുകളിലിരുന്നും ഇവർ പരിപാടികൾ ആസ്വദിച്ചു. ഓക്സിജൻ സംവിധാനങ്ങളും ഡോക്ടറും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പലരും കിടക്കയിൽ കിടന്നുകൊണ്ടാണ് കലാപരിപാടികൾ ആസ്വദിച്ചത്. ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടത്തെ മറക്കാൻ, മുന്നോട്ടുള്ള ജീവിതത്തിന് ഊർജ്ജം പകരാൻ ഇവരെ ഈ കൂടിച്ചേരൽ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഫാമിലിക്ക് തന്ന ഒരു എൻ്റെ കൂടെ തന്നെയായിരുന്നു അച്ഛനുണ്ടായിരുന്നു. അച്ഛന് കുറച്ച് ഏജായ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാനസികമായിട്ട് ആളുടെ ഉണ്ണി പോയതിൻ്റെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വീട് വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് അവിടെ ഇരുന്നിട്ട് പാട്ട് പാടാനും എന്തിനാണെങ്കിലും അതൊക്കെ നമ്മുടെ ഇവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. വിരസത മാറ്റാൻ പലരും കുടനിർമ്മാണവും ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. പേഷ്യൻസിൻ്റെ വീടുകളിൽ പോയപ്പോൾ ചെറുപ്പക്കാരായ കുറേ പേര് ഇങ്ങനെ ആക്സിഡൻറ്റ് കേസിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവരായിരുന്നു ആ വീടിൻ്റെ വരുമാന മാർഗ്ഗമായിരുന്നത്. അപ്പോൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിൽ അവരെ വിട്ടിട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വരുമാനമില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പേപ്പർ പെന്ന്, അങ്ങനെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവർ നിർമ്മിച്ച കുടകളും ഈ സംഗമത്തിൽ വിൽക്കാനായി എത്തിച്ചിരുന്നു. കാരുണ്യയുടെ 30-ലേറെ വോളണ്ടിയർമാരും ശ്രീനാരായണ കോളേജിൽ നിന്നുള്ള NSS വോളണ്ടിയർമാരും രോഗികൾക്ക് വേണ്ട പരിചരണമൊരുക്കി. രോഗികൾ തന്നെ വിളക്ക് കൊളുത്തിയാണ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. പ്രത്യേകത ഒന്നാമത്തത് ആഴ്ചയിൽ ഒരു ദിവസം പാലിയേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഫിസിയോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് തന്നെ മാസത്തിലൊരു തവണ ഇവരെ വക ഒരു കിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസം, ഒരുപാട് സപ്പോർട്ട്. ഇപ്പം തന്നെ എനിക്കൊരു വീട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്ഥലം വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂപ്പൺ ഇറങ്ങിയിട്ടുണ്ട്, 100 രൂപയുടെ സമ്മാന കൂപ്പൺ. അപ്പോൾ അതിൽ ഒരു 20ഓളം ബുക്ക് കാരുണ്യയുടെ വളണ്ടിയേഴ്സ് തന്നെ എടുത്തിട്ടുണ്ട്. ജീവിതത്തിലെ ചില പ്രതിസന്ധികൾക്ക് ഏറെ കടുപ്പമുണ്ടാകും. മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ദിശ തിരിച്ചുവിടാൻ ആ സമയം ഒരു ചെറു സഹായം കിട്ടിയാൽ പ്രതിസന്ധികൾ ഒന്നിൻ്റെയും അവസാനമാവില്ല. ഇനിയൊരു കൊച്ചുമിടുക്കൻ്റെ വിശേഷങ്ങളാണ്. എറണാകുളം പള്ളുരുത്തി സെൻറ്റ് അലോഷ്യസ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ദേവതീർത്ഥൻ എഴുതിയ ഗാനമാണ് ഇന്നത്തെ വിശേഷം. ഈ ഗാനം ഫേസ്ബുക്കിലൂടെ പ്രകാശനം ചെയ്തത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഗാനം ഇത് ഈണം പകർന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ മെജോ ജോസഫാണ്. ആ സംഗീത വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. He lives in my soul. He tells me that sorrows and successes are all part of our journey of life. He lives in my heart. He lives in my soul. He tells me that sorrows and successes. I am your lamb എന്ന പേരിൽ എഴുതിയ ഇംഗ്ലീഷ് ഗാനമാണ് ദേവതീർത്ഥനും കൂട്ടുകാരും പുറത്തിറക്കിയിരിക്കുന്നത്.
പ്രശസ്ത സംഗീത സംവിധായകൻ മെജോ ജോസഫാണ് വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റുഡിയോയിൽ ഗാനം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഗാനം പുറത്തിറക്കിയത്. ദേവതീർത്ഥനൊപ്പം കൂട്ടുകാരായ അഗസ്റ്റിൻ ഹെനോക്ക്, തഷ കേറ്റ്ലിൻ, എയ്ൻ ആൻഡ്രിയ എന്നിവരും പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐ ആം യുവർ ലാംബ് എഴുതിയ ദേവതീർത്ഥൻ നിസാരക്കാരനല്ല. ചെറുപ്രായത്തിൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 500-ലധികം പുസ്തകങ്ങളാണ് ഈ കൊച്ചുമിടുക്കൻ വായിച്ചു തീർത്തത്. വായനയും എഴുത്തുമാണ് ദേവതീർത്ഥന്റെ ലോകം. വായനയിൽ നിന്നും പുതുതലമുറ മുഖം തിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് ഈ മിടുക്കൻ വ്യത്യസ്തനാകുന്നത്. ഞാൻ നോവൽസ് വായിക്കും, കഥകൾ വായിക്കും, കഥാ സമാഹാരങ്ങൾ വായിക്കും. മലയാളം ഇംഗ്ലീഷുമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം സയൻസൊക്കെ എനിക്കിഷ്ടമാണ്. നാഷണൽ ജോഗ്രഫിക്കൊക്കെ വായിക്കും. ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകം ബൈബിൾ കഥകളാണ്. അപ്പോൾ ആ ബൈബിൾ കഥകളിൽ ഉണ്ടായിരുന്നു ഈ കൊടുങ്കാറ്റിനെയൊക്കെ ശമിപ്പിച്ചില്ലേ, അതൊക്കെ ഞാൻ അതിൽ നിന്നാണ് വായിച്ച് എടുത്തത്. ഈ മരിച്ചു കിടന്ന ഒരാളെ എണീപ്പിച്ചതൊക്കെ അതിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഈ പാട്ട് എഴുതുമ്പോൾ അതൊക്കെ ഇത് ചെയ്യണം, അതൊക്കെ എഴുതണമെന്ന് ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവതീർത്ഥൻ എഴുതാനും വായിക്കാനും പഠിച്ചു. അച്ഛനും അമ്മയുമാണ് എല്ലാത്തിനും വഴികാട്ടികൾ. ചിത്രങ്ങളും ചെറിയ വാക്കുകളും മാത്രമുള്ള പുസ്തകങ്ങളിൽ നിന്നും പതുക്കെ 90s കിഡ്സിന്റെ പ്രിയപ്പെട്ട കളിക്കുടുക്കയും ബാലരമയും എല്ലാം വായിച്ചു തുടങ്ങി. അമർ ചിത്രകഥാ പുസ്തകങ്ങളും ഡൈജസ്റ്റുമൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ ശീലിച്ചു. പിന്നീട് വലിയ പുസ്തകങ്ങൾ വായിച്ചു. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് സാഹിത്യവും വായിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്, ടീച്ചേഴ്സ് ആയതുകൊണ്ട് ദേവതീർത്ഥനെയും ചെറുപ്പം മുതലേ വായന, പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു. കളിക്കുടുക്ക, മിന്നി മാജിക് പോലുള്ള പുസ്തകങ്ങൾ എല്ലാം വായിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്രായം മുതൽ തന്നെ അക്ഷരങ്ങൾ ഉറച്ച് കിട്ടിയിരുന്നു ദേവതീർത്ഥനെ. ഇംഗ്ലീഷും മലയാളവും ഒരേപോലെ. ഓടിക്കളിക്കുന്നതിനിടെ പരിക്ക് പറ്റുകയും സ്കൂളിൽ പോകാൻ സാധിക്കാതെ കുറേ ദിവസം വീട്ടിലിരിക്കേണ്ടിയും വന്നപ്പോഴാണ് ദേവതീർത്ഥൻ ബൈബിൾ കയ്യിലെടുക്കുന്നത്. അതിനു മുൻപേ തന്നെ ബൈബിൾ കഥകൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർമ്മയിലുള്ള കഥകൾ ഇണക്കിച്ചേർത്ത് ക്രിസ്മസ് കവിതയായി രൂപപ്പെടുത്തി. സ്കൂളിൽ വീണിട്ടാണ് കൈയൊടിഞ്ഞത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് അച്ഛൻ കുറേ വഴക്ക് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞ് നിനക്ക് ഉപയോഗപ്രദമായ വല്ല കാര്യങ്ങളും നീ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ഒക്കെ നീ ഈ ദിവസങ്ങളിൽ ചെയ്യുക. അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. വീണു, പ്ലാസ്റ്റർ ഇട്ടു, ഇനി റെസ്റ്റ് എടുക്കുകയല്ലേ വേണ്ടത്. എന്നാൽ ബൈബിൾ എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ബൈബിൾ ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാണ് വന്നത്. പക്ഷേ ഞാൻ പാട്ട് എഴുതി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അച്ഛൻ അറിഞ്ഞത് ഞാനൊരു പാട്ട് എഴുതിയെന്ന്. ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഭാഗം അധ്യാപകനും കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചിട്ടുള്ളതുമായ ഷോബിൻ കണ്ണങ്ങാട്ടിന്റെ മകനാണ് ഈ കൊച്ചു പ്രതിഭ. എക്കണോമിക്സ് അധ്യാപികയായ നിമ്മി നടരാജനാണ് ദേവതീർത്ഥന്റെ അമ്മ. രണ്ടുപേരും വായനയിൽ വളരെ താല്പര്യമുള്ള ആളുകളാണ്. ദിവസവും മകനൊപ്പം ഇരുന്ന് വായിക്കാൻ ഇരുവരും സമയം കണ്ടെത്തുന്നു. ഇടിമിന്നലിനെ കുറിച്ച് 4 വയസ്സുള്ളപ്പോൾ ദേവതീർത്ഥൻ എഴുതിയ കുട്ടിക്കവിതയാണ് ആദ്യത്തെ രചന. 5 വയസ്സു മുതൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും കഥകളും എഴുതി തുടങ്ങി. ഇയാളുടെ ഒരു 1.5 വയസ്സ് മുതൽ തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നൊരു ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ വായിക്കും. നേരത്തെ ഞാൻ പടമുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കും. ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ ഞാൻ അലമാര തുറക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും പടമുണ്ടോ ഇല്ല. ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ, പക്ഷെ ഇപ്പോൾ ഹാരി പോട്ടറൊക്കെ വായിക്കുമ്പോൾ ഞാൻ പടമൊന്നും അല്ല നോക്കുന്നത്, പേജ് വെച്ച് ഇങ്ങനെ നോക്കും. സമ്പൂർണ്ണ മഹാഭാരതവും രാമായണവും എനിക്ക് ആഗ്രഹമുണ്ട് വാങ്ങിക്കാൻ. അപ്പോൾ അച്ഛൻ അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും. വീട്ടിൽ ദേവതീർത്ഥനു വേണ്ടി പ്രത്യേകം ലൈബ്രറി ഉണ്ട്. പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നത് ഈ മിടുക്കന് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, സുധാമൂർത്തിയുടെ ഗോപി ഡയറീസ്, ഡയറി ഓഫ് എ വിംബി കിഡ്, ഹാരി പോട്ടർ തുടങ്ങിയവയാണ് ദേവതീർത്ഥന്റെ ഇഷ്ടപുസ്തകങ്ങൾ. MT ബഷീർ, തകഴി, ലളിതാംബിക അന്തർജനം തുടങ്ങിയവരും ഈ മിടുക്കന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. കഥകളാണ് കൂടുതലും വായിക്കുന്നത്, നോവൽസും ഞാൻ വായിക്കും. ചിത്രരചനയിലും ദേവതീർത്ഥന് അപാര കഴിവുണ്ട്. MTയെയും സ്വാമി വിവേകാനന്ദനെയും എല്ലാം വരച്ചിട്ടുണ്ട്. സിനിമയും ദേവതീർത്ഥന്റെ ഇഷ്ടമേഖലയാണ്. ശ്രീനിവാസന്റെ തിരക്കഥകളോടൊക്കെ പ്രത്യേക പ്രിയമുണ്ട്.
മാതാപിതാക്കളാണ് സിനിമകൾ കാണാൻ തെരഞ്ഞെടുത്ത് നൽകുന്നതും. ഇംഗ്ലീഷ് പാട്ടുകളും കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ സിനിമകൾ കണ്ടാൽ ആ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും വയ്ക്കും. പിന്നെ മലയാള സിനിമകളാണെങ്കിലും സിനിമകളെല്ലാം ഇഷ്ടം തന്നെയാണ്. പഴയ സിനിമകൾ, കഥകളുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ശ്രീനിവാസൻ്റെ ആയാലും പ്രിയദർശൻ്റെ, അതേപോലെ തന്നെ ലോഹിദാസിൻ്റെയൊക്കെ പഴയ സിനിമകൾ, സത്യനന്ദിക്കാടിൻ്റെയൊക്കെ പഴയ സിനിമകൾ ഇരുന്ന് കാണും. അതിൽ ആ ഒരു നല്ല കഥകളുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് കഥകൾ എഴുതുന്നതും ദേവതീർത്ഥൻ പതിവാക്കിയിട്ടുണ്ട്. അങ്ങനെ കാൽപ്പനികതയ്ക്ക് അപ്പുറമുള്ള എഴുത്തുകാരന്റെ സാമൂഹിക ഉത്തരവാദിത്തം കൂടി 9 വയസ്സിനിടയിൽ ദേവതീർത്ഥൻ ഏറ്റെടുക്കുന്നു. ബ്രഹ്മപുരത്ത് മറ്റേ ഇത് കത്തിയില്ലേ, പ്ലാസ്റ്റിക് ഇല്ല. അപ്പോൾ അച്ഛൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു കഥ എഴുതി. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോറി. കൂടുതൽ ഇഷ്ടം കഥ എഴുതാനാണ്. പിന്നെ ഞാൻ ഡയറി ഇമാജിനറി ഡയറി എഴുതി. വിംപി കിഡും ഡോർക്ക് ഡയറീസ് ഒക്കെ പോലെ അതും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളവും ഇംഗ്ലീഷും അനായാസേന കൈകാര്യം ചെയ്യുന്ന ആളാണ് ദേവതീർത്ഥൻ. ഇംഗ്ലീഷിലൂടെ ലോക സാഹിത്യത്തെ പരിചയപ്പെടുന്നതിനൊപ്പം വിശാലമായ കാഴ്ചപ്പാടുകളും ഈ 9 വയസ്സുകാരൻ ചെറുപ്പത്തിലേ ആർജിക്കുന്നു. സിനിമയിലെയും സാഹിത്യത്തിലെയും നിരവധി പ്രമുഖരെ അടുത്ത് പരിചയപ്പെടാനും സംസാരിക്കാനുമെല്ലാം ദേവതീർത്ഥന് ചെറുപ്പം മുതലേ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസ് അങ്കിളും വലിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകിയത്. ഈ പാട്ട് എഴുതി ഷൂട്ടിങ്ങിന് റെക്കോർഡിനൊക്കെ മുമ്പ് ഞങ്ങൾ 3 പേരും റോഷൻ ആൻഡ്രൂസ് സാറിൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. സ്വന്തമായി കുറെ പുസ്തകങ്ങൾ പുറത്തിറക്കണമെന്നതാണ് ദേവതീർത്ഥന്റെ വലിയ ആഗ്രഹം. MTയുടെ നാലുകെട്ടിൽ അപ്പുണ്ണീനെ ഇഷ്ടമാണ്. പിന്നെ വിംപികളിലെ ഗ്രിഗറിനെ ഇഷ്ടമാണ്. ഒലിവർ ട്വിസ്റ്റിലെ ഒലിവറിനെ ഇഷ്ടമാണ്. ഹാരി പോട്ടറിൽ ഹാരിനെ ഇഷ്ടമാണ്. ജെറോണിമസിലെ ജെറോണിമോനെ ഇഷ്ടമാണ്. 2-3 പുസ്തകങ്ങൾ ഇറക്കി വലിയ എഴുത്തുകാരനാവണമെന്നുണ്ട്. സാഹിത്യം പോലെ തന്നെ ശാസ്ത്രത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ദേവതീർത്ഥൻ സയൻസ് എക്സിബിഷനുകളിലും വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ദേവതീർത്ഥന്റെ വരികളാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. He lives in my heart, he lives in my soul. He tells me that sorrows and successes are all part of our journey of life. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പതിവ് പോലെ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.